മരുന്നില്ല, ഈ പറഞ്ഞ സർജറി ഇല്ല, ടെസ്റ്റ് റിപ്പോർട്ട് ഇല്ല, രോഗം ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഞാനിപ്പോഴാണ് ഫാദറിനെ കാണുന്നത് തന്നെ. അതേ ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത യൂറിനറി ബാഗൊക്കെ തൂക്കിയിട്ട് വന്ന നമ്മളൊരു പുരോഹിതനാണ്. ഈ വേഷത്തിലൊക്കെ വന്നപ്പോൾ നമ്മൾ അങ്ങോട്ട് തിരിച്ചറിഞ്ഞില്ല. അത് സാധാരണ രാഷ്ട്രീയക്കാരനാണെന്ന് ഓർത്തെ. അപ്പോൾ ആൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്തെ ഒരു പുരോഹിതനാണ്. എവിടുത്തെ? പത്തനംതിട്ട ജില്ലയിലെ കൊലഞ്ചേരിയിൽ ഏത് പള്ളി? മർത്തോമപ്പള്ളിയിലെ റിട്ടയർഡ് പുരോഹിതനാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. അപ്പോൾ ആളുടെ റിസൾട്ട് കേട്ടപ്പോൾ സെപ്പറേറ്റ് എടുക്കാമെന്ന് തന്നെ വിചാരിച്ചു. ആൾ റിസൾട്ട് പറയും. ഇതൊന്ന് കേട്ട് നോക്കിയോ, യൂറിനറി ബാഗൊക്കെ തൂക്കി വന്ന ആൾ ഇപ്പോൾ ബാഗൊന്നും ഇല്ലാതെ അതിൻ്റെ വേറെ ബാക്കി കാര്യങ്ങളൊക്കെ ആൾ പറയും. 1.5 ലിറ്ററോളം യൂറിനറി ബ്ലാഡറിനകത്ത് ബ്ലോക്ക് ആകുവാനും പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ കത്തീഡ്രലിട്ട് 4 പ്രാവശ്യം മാറിയിട്ട് ഇവിടെ വന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച വന്നു കഴിഞ്ഞു. അപ്പം ഞാനിവിടെ ഡോക്ടറോട് സംസാരിച്ചതിന് ശേഷം ചൊവ്വാഴ്ച രാവിലെ അത് റിമൂവ് ചെയ്തു ബാഗ്. അന്നൊരു ദിവസം ഇവിടെ പോകുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിറ്റേ ദിവസം മുതൽ കുറച്ച് പോകാനായിട്ട് തുടങ്ങി. ഇപ്പോൾ ഒരു 70% കംപ്ലീറ്റ് റിലീസായി പോകുന്നുണ്ട്. 1 മാസത്തോളം ആൻറ്റിബയോട്ടിക് എടുത്തതാണ്. ഇൻഫെക്ഷനായി ഹൈ ലെവലിൽ, അങ്ങനെ IV ആൻറ്റിബയോട്ടിക്കൊക്കെ തന്നു. പിന്നെ അത് ടാബ്ലറ്റിലാക്കി. ഇപ്പോഴും ആ വൃഷണത്തിൽ കല്ലിപ്പിച്ചോളം മാറാനായിട്ടുണ്ട്. ബാക്കി നീരെല്ലാം കുറഞ്ഞു. ഒരു ഏകദേശം വളർന്നൊരു മാങ്ങയോളം എളുപ്പത്തിലതായിട്ട് നടക്കാനും ഇരിക്കാനും അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായി. അപ്പം യൂറിൻ പോകുന്നതിന് സ്ട്രെയിൻ ചെയ്ത് ഇതിൻ്റെ 2 സൈഡിലെയും ഹെർണിയ താഴോട്ട് ഇറങ്ങാനായിട്ട് തുടങ്ങി. അതിൻ്റെ പെയിൻ ഉണ്ടായി. ഗ്യാസ് കംപ്ലീറ്റ് അങ്ങ് ഫോം ചെയ്തിട്ട് അടിവയറ്റിൽ എപ്പോഴും വേദനയായിരുന്നു. ഇപ്പോൾ ആ ഗ്യാസ് ഫോർമേഷൻ കുറഞ്ഞു. ആ ഹെർണിയയുടെ വേദന മാറി. യൂറിൻ പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വളരെയധികം റിലീഫുണ്ട്. ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ എനിക്ക് നേരത്തെ ഈ ജോയിൻസിന് വേദന ഉണ്ടായിരുന്നു. ഇന്നലെ ഡോക്ടർ പറഞ്ഞു ഇടയ്ക്ക് ആ വേദന ഒന്ന് ഇളകി വന്നിച്ചാൽ തന്നെ മാറിപ്പോയി. PSA അതെല്ലാം ഇപ്പം താഴെയായി. അത് ചെക്ക് ചെയ്തായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് ചെയ്യത്തില്ല. ഇവിടെ വരുന്നതിന് മുമ്പ് 21.7 ആയിരുന്നു. ഇവിടെ വരുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഈ ചികിത്സ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തുടക്കത്തിൽ 21 ആയിരുന്നു. പിന്നെ തുടക്കത്തിൽ 13 പോയിന്റ് ആയിരുന്നു. അതിനുശേഷം അത് 21.7 ആയിട്ട് വർദ്ധിച്ചു. അന്നേരമാണ് ഇൻഫെക്ഷൻ എല്ലാം ആയത്. 1,00,000 മേലായിരുന്നു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ റേഞ്ച്. അതെല്ലാം കഴിഞ്ഞ് താഴെ വന്നപ്പോൾ ഈ പ്രോസ്റ്റേറ്റിന്റെ വിഷയത്തിന് മാറ്റം വന്നോ ഇല്ലെന്ന് എങ്ങനെ അറിയും? ഈ യൂറിൻ പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. മറ്റേ കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരുന്നു. എപ്പോഴും യൂറിൻ പാസ് ചെയ്യണമെങ്കിൽ ഭയങ്കര വേദനയായിരുന്നു. പോരത്തില്ല. ശരീരത്തിൽ ഡ്രോപ്പായിട്ട് പോകും. രാത്രിയിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഈ 2-3 ദിവസമായിട്ട് അതില്ല. യൂറിൻ പോകണം തോന്നുമ്പോൾ ഇവിടെ പോകുന്നുണ്ട്. ബ്ലോക്കിംഗ് ഇല്ല. മറ്റേ ഈ അടിയറിഞ്ഞ് ഉയർത്തിയിട്ട് വേദനയാണ്. ഇപ്പോൾ അതെല്ലാം ഒന്ന് മാറി. ഓക്കെ, വെരി ഗുഡ്. ഇപ്പോൾ പ്രോസ്റ്റേറ്റ് പൊതുവിൽ പുരുഷന്മാർക്ക് ഒരു നിശ്ചിത ഏജ് കഴിഞ്ഞാൽ വരുന്നൊരു സാധനമാണ്. അത് മാത്രമല്ല, മൂത്രം പോകാതെ ഒരു ബാഗിട്ട് അത് ഊരിയാൽ പിന്നെ മൂത്രം പോയില്ലെങ്കിൽ പ്രശ്നമാണ്. പക്ഷെ അത് ഊരുകയും പിന്നീട് ചിലപ്പോൾ 6 മണിക്കൂറാണ് പറയണമെങ്കിൽ ഒരു ദിവസമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി, പോകാൻ സാധ്യത ഉണ്ട്. ഇത് ചികിത്സയുടെ മറ്റൊരു മുഖമാണല്ലോ. പറഞ്ഞാൽ മരുന്നില്ല, ഈ പറഞ്ഞ സർജറി ഇല്ല, ടെസ്റ്റ് റിപ്പോർട്ടില്ല, രോഗം ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഞാനിപ്പോഴാണ് ഫാദറിനെ കാണുന്നത് തന്നെ. ഞാൻ പല പ്രാവശ്യം ഡോക്ടറെ കാണാനായിട്ട് സമീപിച്ച് വന്നിരുന്നു. അപ്പോഴേ പേഴ്സണലി എങ്ങനെ കാണുന്നത് താല്പര്യം ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് എടുത്തില്ല. എസ്കേപ്പ് പഠിപ്പിക്കലാണ് നമ്മൾ. കാരണം ഇവിടെ ഒരുപാട് ആളുകൾ, സത്യത്തിൽ കാണേണ്ട ആളുകൾ വരുന്നുണ്ട്. പക്ഷെ അവരൊക്കെ നമ്മൾ കാണാത്തതിൻ്റെ കാരണം കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും കാണണം, അല്ലെങ്കിൽ തിരിവ് കാണിച്ചെന്ന് പറയും. അപ്പോൾ രോഗം മാറലാണുള്ള ആവശ്യം. രോഗം മാറാൻ ഇവിടെ വരിക, ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ള സിസ്റ്റം മാത്രമേ നമ്മൾ പറയണുള്ളൂ. ഇനി വരാൻ പറ്റാത്തവർക്ക് ഡിസ്റ്റൻസ് ചെയ്യാം. ഹീലിംഗ്